സർക്കാർ അഭിഭാഷകരുടെ പട്ടികയിലും ബന്ധു നിയമനം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം വൈദ്യുതി മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിലേക്ക് ഭാര്യ സഹോദരനെ നിയമിച്ചത് ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് ഇടയിൽ ആണ് ഇപ്പോൾ ഈ പുതിയ വാർത്ത പുറത്തേക്ക് വരുന്നത്. കോൺഗ്രസ് നേതാവായിട്ടുള്ള ജോസഫ് വാഴക്കന്റെ മകളെ ഗവൺമെന്റ് പ്ലീഡർ ആയി നിയമിച്ചു എന്നതാണ് ആ വിവരം. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സർക്കാർ അഭിഭാഷകയായിരുന്ന പൂജ സുരേന്ദ്രനും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തങ്ങൾ കുടുംബാംഗവും ഗവൺമെന്റ് പ്ലീഡർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഈ നിയമനങ്ങൾ എന്നതുമാണ്. ഒരു പക്ഷേ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലടക്കം UDFും കോൺഗ്രസുമൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ബന്ധു നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ ഈ അഭിഭാഷക നിയമനം പോലും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. EP ജയരാജന്റെ ഭാര്യയുടെ അടുത്ത ബന്ധുവായ രാജേന്ദ്ര ബാബുവിനെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അഡീഷണൽ ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ ആക്കിയതിൽ വലിയ തോതിലുള്ള എതിർപ്പുകൾ അടക്കം ഉയർന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അതിനിടയിലാണ് ഇപ്പോഴിതാ ഈ UDF സർക്കാരും ബന്ധു നിയമന വിവാദം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ചേർത്ത് വെക്കേണ്ട മറ്റൊരു പേരായി മാറുകയാണ് ജോസഫ് വാഴക്കന്റെ മകളുടേത്. ഇപ്പോൾ ടോം ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോം, നിലവിൽ തന്നെ UDF സർക്കാർ, പ്രത്യേകിച്ച് VD സതീശൻ സർക്കാർ നേരിടുന്ന ആരോപണമാണ് ബന്ധു നിയമനം എന്നത്. അതോടൊപ്പമാണ് ഇപ്പോൾ അഭിഭാഷക നിയമനത്തിലും ബന്ധുക്കൾ ഇടം പിടിക്കുന്നത്. ആരൊക്കെയാണ് ആ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളവർ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് സണ്ണി ജോസഫിന്റെ സഹോദരനെ അഡീഷണൽ PS ആയി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ അഭിഭാഷകരുടെ പട്ടികയിലും ബന്ധു നിയമന വിവാദം ഉയർന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കന്റെ മകളെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചിരിക്കുന്നു. ജോസഫ് വാഴക്കന്റെ മകൾ ലയ ജോസഫ് ഗവൺമെന്റ് പ്ലീഡർമാരുടെ പട്ടികയിലുണ്ട്. പുതിയതായി 42, അതായത് സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാരടക്കം 42 സർക്കാർ അഭിഭാഷകരുടെ നിയമനമാണ് പട്ടികയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തു വന്നത്. അതിൽ 30 സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാരും 12 ഗവൺമെന്റ് പ്ലീഡർമാരെയുമാണ് നിയമിച്ചിരിക്കുന്നത്. അതിൽ മുസ്ലിം ലീഗിന് രണ്ട് പ്രതിനിധികളെ മുസ്ലിം ലീഗിന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കോൺഗ്രസിന്റെ പ്രതിനിധികളാണ്. അത് നേരത്തെ തന്നെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനയായിട്ടുള്ള ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഹൈക്കോടതിയിലെ അഭിഭാഷകരുടെ സംഘടനയ്ക്കുള്ളിൽ, അതായത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള വിവാദവും ചർച്ചയും ഉയർന്നിട്ടുണ്ട്. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ മാത്രമേ സർക്കാർ അഭിഭാഷകരുടെ പട്ടികയിൽ പെടുത്താവൂ എന്ന ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആ സംഘടനയുടെ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആളുകൾ ഇപ്പോഴത്തെ പുതിയ പട്ടികയിൽ കയറി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമായി ഉയർന്നിരിക്കുന്നത്. ജോസഫ് വാഴക്കന്റെ മകൾ അത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി ആ ഒരു പട്ടികയിൽ വരുമെങ്കിൽ പോലും അതൊരു ബന്ധു നിയമന വിവാദമായിട്ട്, അതായത് ഒരു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ആ പട്ടികയിൽ, കാരണം മുതിർന്ന അഭിഭാഷകരുണ്ട്, അവരെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ലയ ജോസഫിനെ ഈ പട്ടികയിലേക്ക് കൊണ്ടുവന്നത് എന്നൊരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇതോടൊപ്പം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സർക്കാർ അഭിഭാഷകയായിരുന്ന പൂജ സുരേന്ദ്രനും ഈ പട്ടികയിൽ വന്നിരിക്കുന്നതോടൊപ്പം തങ്ങൾ കുടുംബത്തിലെ പ്രതിനിധിയും, അതായത് മുസ്ലിം ലീഗിന് 2 പ്രതിനിധികളെയാണ് ഈ സർക്കാർ അഭിഭാഷകരുടെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. PM സനീറും MK അബൂബക്കർ എന്നിവരാണ് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാരായി മുസ്ലിം ലീഗിന്റെ അഭിഭാഷകർ. ഇതിൽ സനീർ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ മുഹമ്മദ് ഷായുടെ ഓഫീസിലെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ആയിരിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ആയിരിക്കും MK അബൂബക്കർ. ഇതോടൊപ്പമാണ് തങ്ങൾ കുടുംബാംഗമായ സയ്യിദ് മൻസൂർ ബാഫക്കി തങ്ങളെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിക്കാനും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ആ പട്ടികയിൽ തങ്ങൾ കുടുംബാംഗവും ഉണ്ട് എന്നതും സ്വാഭാവികമായും ഇത് ബന്ധു നിയമന വിവാദവുമായി കൂട്ടിയോജിപ്പിക്കാവുന്നതാണ്. അത് ബന്ധു നിയമനമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ്, അതോടൊപ്പം മറ്റ് അഭിഭാഷക സംഘടനകളും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, കാരണം പല മത സാമുദായിക നേതാക്കളും തങ്ങളുടെ പ്രതിനിധികളെ അല്ലെങ്കിൽ തങ്ങളുടെ വിഭാഗവുമായി ഈ മത സാമുദായിക സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പലരെയും ഈ സർക്കാർ അഭിഭാഷകരുടെ പട്ടികയിൽ തിരികെ കയറ്റാനുള്ള പല നീക്കങ്ങളും നടത്തിയിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിനും അതോടൊപ്പം മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ ഇവർ ഈ ചില സാമുദായിക നേതാക്കന്മാർ, അത് SNDP, NSS, അതോടൊപ്പം കത്തോലിക്ക സഭയുടെ
അതുപോലെ മതസാമുദായിക നേതാക്കളെല്ലാം ഈ രീതിയിൽ ചില പട്ടിക കോൺഗ്രസ് നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ആവശ്യം അവർ ഉന്നയിച്ചിരിക്കുന്ന അവരുടെ പ്രതിനിധികളെ നിയമിക്കണമെന്ന ആവശ്യം തള്ളിക്കൊണ്ടാണ് പുതിയ സർക്കാർ അഭിഭാഷകരുടെ പട്ടിക വന്നിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വലിയ വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. അഭിലാഷ്. യെസ്, തീർച്ചയായും നമുക്കറിയാം എപ്പോഴും ഈ ഗവൺമെന്റ് അഭിഭാഷകർ എന്നത് തീർച്ചയായും സർക്കാരുകൾ മാറി വരുന്നതിനനുസരിച്ച് ആ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നവർ, അതിൻ്റെ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്നവർ ആണ് എന്നുള്ളത്. പക്ഷേ ഇവിടെ സീനിയോറിറ്റി അടക്കം മറികടക്കുന്നു. അതോടൊപ്പം തന്നെ അഭിഭാഷക സംഘടന, കോൺഗ്രസിൻ്റെ അഭിഭാഷക സംഘടനയുടെ എതിർപ്പും മറികടന്നുകൊണ്ടാണ് ഈ പട്ടികയിലേക്ക് പേരുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ ശക്തമാകുമെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതില് ഈ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ചില പ്രതിനിധികൾ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം, അതായത് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണ വിധേയനായിട്ടുള്ള അഡ്വക്കേറ്റ് ജോയി അടുക്കമാണ് ഇതിനെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഉള്ളിൽ ചില രീതിയിലുള്ള വിമർശനങ്ങൾക്ക് നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അതായത് രമേശ് ചെന്നിത്തലയും ജോസഫ് വാഴക്കനുമായി വളരെ അടുപ്പമുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് ജോയി അടുക്കം. ഈ ജോയി അടുക്കത്തിന്റെ മകൾ ടാനിയും ഈ സർക്കാർ അഭിഭാഷകരുടെ പട്ടികയിലേക്ക് കടന്നു വന്നതിൽ പോലും ചിലർ ദുരൂഹത ഉയർത്തുന്നുണ്ട്, ദുരൂഹത സംശയിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് വലിയ രീതിയിൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിനുള്ളിൽ ഒരു വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. വരും ദിവസങ്ങൾ വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാം. ഈ 42 പേരുടെ പുതിയ പട്ടികയിൽ, കാരണം ഇനിയും സർക്കാർ അഭിഭാഷകരുടെ ഏകദേശം 100-ലധികം സർക്കാർ അഭിഭാഷകരുടെ നിയമനമുണ്ട്. അതിൽ 42 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ കൂടുതലും, അതായത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് ഈ പട്ടികയിൽ കൂടുതൽ ഇടം നേടിയതെന്നാണ് ഒരു വിമർശനം വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് കോൺഗ്രസിനെ പ്രതികൂട്ടം നിർത്തുന്നതാണ്. അതോടൊപ്പം ഭരണ നേതൃത്വത്തെയും പ്രത്യേകിച്ചും നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകും, KPCCക്കും പരാതി നൽകും. കാരണം തങ്ങൾ നൽകിയ, അതായത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രതിനിധികൾ നൽകിയ, നേതൃത്വം നൽകിയ പട്ടിക തള്ളിക്കൊണ്ടാണ് ഇത്തരം ഒരു നിയമനം വന്നിരിക്കുന്നത്, പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അവരുമായി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസുമായി യാതൊരു രീതിയിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല എന്നൊരു വിമർശനവും അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. യെസ്, തീർച്ചയായും ഇതാ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് വൈദ്യുതി മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഭാര്യ സഹോദരനടക്കം നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ഉന്നയിക്കുകയുണ്ടായി. അക്കാര്യം പരിശോധിക്കും എന്നതായിരുന്നു നൽകിയ മറുപടി. സ്വാഭാവികമായും ഈ വിഷയവും ഉയർന്നു വരികയും ഇതിന് കൃത്യമായി സർക്കാർ മറുപടി നൽകേണ്ടതായി വരും, മുഖ്യമന്ത്രി മറുപടി നൽകേണ്ടതായി വരും, ഒപ്പം കോൺഗ്രസും ഈ വിഷയത്തിൽ മറുപടി നൽകേണ്ടതായി വരില്ലേ ടോം? തീർച്ചയായും ഇത് കോൺഗ്രസ് മാത്രമല്ല, അതോടൊപ്പം UDF, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കം ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വൈദ്യുതി മന്ത്രി KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിന്റെ ഭാര്യ സഹോദരൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം, കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണം എന്നൊരു ആവശ്യം പോലും ഉയർന്നിരുന്നു. കാരണം നമുക്കറിയാം കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലത്ത് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതാണ് കോൺഗ്രസും UDFും. അങ്ങനെ ഒരു മുന്നണി അധികാരത്തിൽ വന്നപ്പോഴാണ് വീണ്ടും ഈ രീതിയിലുള്ള ബന്ധു നിയമനങ്ങൾ, അതായത് പേഴ്സണൽ സ്റ്റാഫിലേക്ക് ബന്ധുക്കളെ നിയമിക്കുന്നു. അതോടൊപ്പം BJPയുമായി ബന്ധം പുലർത്തുന്നവർ പല മന്ത്രിമാരുടെയും MLAമാരുടെയും സ്റ്റാഫിലേക്ക് കടന്നുകൂടി എന്നതടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ചയായതാണ്, വിവാദമായതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സർക്കാർ അഭിഭാഷകരുടെ നിയമനവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ വലിയ വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് മുതിർന്ന അഭിഭാഷകരെ കോൺഗ്രസ്, അതായത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസുമായി അടുപ്പം പുലർത്തുന്ന മുതിർന്ന അഭിഭാഷകരുടെ പേര് പോലും തള്ളിക്കൊണ്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കന്റെ മകളെ ലയ ജോസഫിനെ ഈ ഒരു പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത്. അതോടൊപ്പം ടാനിയുടെ പേര് കടന്നുകൂടി വന്നത്. ഇതൊക്കെയാണ് ഇവർ ഒരു വിമർശനമായി ഉയർത്തി കാണിക്കുന്നത്. ഇതോടൊപ്പം മുസ്ലിം ലീഗ്, അതായത് തങ്ങൾ കുടുംബാംഗവും ഈ പട്ടികയിലേക്ക് വന്നതിൽ ഒരുപക്ഷെ ലീഗ് നേതൃത്വവും മറുപടി പറയേണ്ടി വരും. കാരണം നമുക്കറിയാം ഇത് മുസ്ലിം ലീഗ് അടക്കം ഈ വിഷയത്തിൽ നേരത്തെ KT ജലീലിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയ പശ്ചാത്തലം പോലും നമുക്കറിയാവുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തങ്ങൾ കുടുംബാംഗം അടക്കം ഈ സർക്കാർ അഭിഭാഷകരുടെ പട്ടികയിൽ ഇടം നേടിയത് വലിയ വിമർശനമായി ഉയർത്തി കാണിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഒരു തീരുമാനം ഇതാണ്. അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലടക്കം വിമർശനങ്ങൾ ഉയരുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്.
നേരത്തെ തന്നെ, അതായത് ഇത്തരം വഴിവിട്ട നിയമനങ്ങൾ ഉണ്ടാകുമെന്ന് അവർ മുൻകൂട്ടി കണ്ടതാണ്. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അതായത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്നവർ, അവർക്ക് ഒരു നിയമനവും, അതായത് ഒരു സർക്കാർ നിയമനവും കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ പദ്ധതികൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ, UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തങ്ങളെ പരിഗണിക്കും, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ പദ്ധതികളെ പരിഗണിക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷയെല്ലാം തകർത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ പട്ടിക. അതിൽ സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വവും സർക്കാരും ഇതിന് മറുപടി പറയേണ്ടി വരും. അത് വരും ദിവസങ്ങൾ വലിയ ചർച്ചയാകും, വലിയ വിമർശനത്തിന് കാരണമാകും. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരാൻ തന്നെയാണ് അവരുടെ തീരുമാനവും. യെസ്, എന്തായാലും ബന്ധു നിയമനം, അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏറെ വിമർശനങ്ങളും എതിർപ്പും അറിയിച്ചിരുന്നു കോൺഗ്രസും UDFും. പ്രത്യേകിച്ച് ഇടത് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇഷ്ടക്കാർക്ക് തിരികെ കയറ്റി നിയമനം നൽകുന്നു, പിൻവാതിൽ നിയമനങ്ങൾ വ്യാപകമാകുന്നു, PSCയെ അടക്കം നോക്കുകുത്തിയാക്കുന്നു എന്ന ആരോപണമടക്കം ശക്തമാക്കിയിരുന്നു. ഇവിടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിക്കുമ്പോൾ ഉൾപ്പെടെ ബന്ധു നിയമനം എന്ന ആരോപണം സർക്കാർ നേരിടുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതിന് പിന്നാലെയാണ് അഭിഭാഷക നിയമനം. സാധാരണ നിലയിൽ തീർച്ചയായും പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ആഭിമുഖ്യം പുലർത്തുന്നവരെ തന്നെയാണ് അഭിഭാഷകരായി നിയമിക്കാറുള്ളത് എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ അവിടേക്കും ആ പൊളിറ്റിക്കൽ പാർട്ടികളുമായി ആഭിമുഖ്യം പുലർത്തുന്ന അഭിഭാഷക സംഘടനയുടെ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ടുള്ള നിയമനം നടത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ബന്ധു നിയമനം ഒരുപക്ഷെ വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ അഭിഭാഷകയായിരുന്ന പൂജ സുരേന്ദ്രനും ഈ അഭിഭാഷകരുടെ പട്ടികയിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു എന്നതാണ്. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ, ഗവൺമെന്റ് പ്ലീഡർ തസ്തികകളിലേക്ക് 43 പേരെ നിയമിക്കാനാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. 14 സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാർ, 17 സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാർ, 12 ഗവൺമെന്റ് പ്ലീഡർമാർ എന്നിങ്ങനെയുള്ള പട്ടികയാണ് ഇപ്പോൾ അംഗീകരിച്ചത്. ആ പട്ടികയിൽ ആണ് കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കന്റെ മകൾ ഉൾപ്പെടെ ഇടം പിടിച്ചത്. അതായത് മുതിർന്ന പരിചയസമ്പന്നരായ അഭിഭാഷകരെ, പാർട്ടിയുമായി ആഭിമുഖ്യം പുലർത്തുന്ന അഭിഭാഷകരെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇടം നൽകിയത് എന്ന ആരോപണവും ഉയരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.